പർപ്പിൾ. ഏത് ഡ്രസ്സിന്റെ കളറാ പർപ്പിള്? അത് പർപ്പിളാണോടി? അത് ബ്ലൂ അല്ലേ? ബ്ലൂ പർപ്പിളോ? അതേത് പർപ്പിളാ? സായിബാബയുടെ മുടി. അങ്ങനെ വരണ മേടിച്ചോ? അവൾക്കൊരു സന്തോഷം വായിൽ വെച്ച് തരുമ്പോൾ. അവൾ എന്തോ തിന്നുവാണെങ്കിലേ നിങ്ങൾക്ക് കൊണ്ട് തരത്തില്ലേ, അതുപോലെ തന്നെ എൻ്റെ അടുത്തോട്ടും വരുമ്പോൾ ഒരു പപ്പടം തിന്നുകയാണെങ്കിൽ പോലും മെച്ചി ഒടുക്കച്ചണം അപ്പോൾ ചെറിയ കഷ്ണേ തരത്തുള്ളൂ, പക്ഷെ അത് നമ്മൾ വായിൽ മേടിച്ചോണം. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ അനാറ് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നിട്ടാണെങ്കിൽ ഞാൻ ചായ പോലും ഇട്ട് കുടിച്ചിട്ടില്ല. അപ്പോൾ അതിന് മുമ്പേ ഇക്ക വന്നിട്ട് പറയും അതിൻ്റെ പകുതി എടുത്ത് കഴിച്ചോളാൻ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇക്കാക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവൾക്ക് എന്തോ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ വായിലൊക്കെ വെച്ച് തരികയും ചെയ്യും കേട്ടോ. അവൾ ഒറ്റയ്ക്ക് കഴിക്കാറേ ഇല്ല. എന്ത് കിട്ടിയാലും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ രണ്ടുപേരുടെയും വായിൽ ഓരോ പീസ് വെച്ച് തന്നിട്ട് മാത്രമേ അവൾ കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ അതിനകത്ത് കേട്ടിട്ടുണ്ടാവും ഇക്ക എന്നെ കുടുവാന്ന് വിളിക്കുന്നത്. ഇക്ക വീട്ടിൽ എന്നെ കുടുവാന്നാട്ടോ വിളിക്കുന്നത്. കുടുവാന്ന് വെറുതെ അങ്ങനെ വിളിച്ചങ്ങ് ശീലിച്ചു പോയതാണ്. ശരിക്കും എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് സച്ചു എന്നാണ്. പക്ഷെ ഇക്ക അങ്ങനെ വിളിക്കത്തുള്ളൂ കേട്ടോ. ഇക്ക എന്നെ ആന്നേലും മോളെ ആന്നേലും ഒന്നും പേര് വിളിക്കത്തില്ല. വായിൽ വരുന്നതൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നല്ലാതെ. അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് വേറൊരു കാര്യവും നോക്കി പോകണ്ട, അവൾ അത് കഴിച്ചോളും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഇടിയപ്പം ഉണ്ടാക്കിയതായിരുന്നു. എന്നാലും അതാവുമ്പോൾ പിന്നെ അവളതങ്ങ് കഴിച്ചോളുമല്ലോ, പിന്നെ വേറെ നോക്കി പോകണ്ട. ഇക്കാക്കാന്നേലും തേങ്ങ ഇട്ട് കൊടുത്താൽ ഇക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ക്യാമറ വെച്ചത് ശരിയായില്ലെന്ന് തോന്നിയിട്ട് പിന്നെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഈ ആട്ടമൊക്കെ ആടുന്നത്. അപ്പോൾ രണ്ടാമതൊന്ന് സെറ്റാക്കി വെച്ചു. ഇടിയപ്പം വേവിക്കാനായിട്ടുള്ള വെള്ളം തിളക്കാൻ വെച്ചതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇടിയപ്പമൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഞങ്ങളിങ്ങനെ വാടക വീട് മാറി മാറി എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ ഏതോ ഒരു യാത്രയിൽ ഞെളുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അടച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ ഈ ഗ്ലാസിൻ്റെ ലിഡ് വെച്ചിട്ടാണ് ഇത് അടക്കാറുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇത് വെച്ചാൽ തന്നെ ശരിയാവാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് എടുത്ത് മാറ്റണം. പിന്നെ കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്, വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നു. അല്ലെങ്കിൽ ഞാൻ ഇടിയപ്പത്തിലോട്ട് ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കാറ്, പക്ഷെ മറന്നു കടന്നുപോയി ഇന്നലെ രാത്രി. അപ്പോൾ കിഴങ്ങ് കറി വയ്ക്കാനായിട്ട് വെച്ചേക്കുക. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതിനിടക്ക് മോൾക്ക് ബ്രെഡിൽ ചോക്ലേറ്റ് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തതാട്ടോ. എന്താ ചോക്ലേറ്റ്? അത്രയും ചോക്ലേറ്റ് തേച്ചിക്കണം ഞാൻ അതിൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നേരം വെളുക്കാത്ത പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണമൊന്നും പെയ്യുന്നില്ല, ചെറിയ ചാറ്റലേ ഉള്ളൂ. കുറേ ദിവസമായി വീടിനകവശം എല്ലാം ക്ലീൻ ആക്കും, വലയൊക്കെ അടിക്കും, തുടക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഫാനിൽ ഇങ്ങനെ പൊടി തങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്കാനോട് അത് തുടച്ചു തരാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇക്ക അത് ചെയ്യുന്നില്ല. കാരണം മിക്കവാറും ഞാൻ എഴുന്നേൽക്കുന്ന സമയത്തേക്ക് ഇക്ക ഉറങ്ങാൻ പോകുമല്ലോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ ലാസ്റ്റ് നമ്മുടെ വാക്വം ക്ലീനർ എടുത്തിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കന്ന് എത്താത്ത പ്രശ്നവും ഇല്ല, പിന്നെ അലർജിയുടെ പ്രശ്നവും വരത്തില്ലല്ലോ. അതങ്ങ് പൊടി വലിച്ചെടുത്തോളൂ എന്ന് വിചാരിച്ച് അത് വെച്ചൊന്ന് പിടിക്കുക കേട്ടോ. അപ്പോൾ വാക്വം ക്ലീനർ വെച്ച് ഇതാക്കുമ്പോൾ നന്നായിട്ട് പൊടി പോകുന്നുണ്ടായിരുന്നേ. നല്ല അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്കായോട്
പിടിച്ച പിടിയാലെ ഒന്ന് തുടച്ചെടുപ്പിക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ച് പെട്ടെന്ന് തന്നെ ഫാനുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക കേട്ടോ. ക്യാമറ പിടിക്കാനായിട്ട് ആദ്യം മോളെ ഒന്ന് പരീക്ഷിച്ചേ, പക്ഷെ അവൾക്ക് കൈ വേദനിക്കുന്നു പറഞ്ഞു. പൊടി കുഞ്ഞല്ലേ, 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഫോണിൻ്റെ വെയിറ്റ് കൊണ്ട് അവൾക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ തന്നെ ഒറ്റക്കൈയിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ കസർത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാന് പൊടിയൊക്കെ ഇങ്ങോട്ട് മാറാലും പൊടിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തുടച്ചെടുക്കണം. അത് തുണിയൊക്കെ വെച്ചിട്ട് മാറാല തട്ടിയൊക്കെ വെച്ചിട്ട് പൊടി തട്ടുമ്പോഴത്തേക്ക് എനിക്ക് അലർജി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അലർജി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാക്വം ക്ലീനർ വാങ്ങിച്ചത് കേട്ടോ. അത് പൊടി ഞാൻ വലിച്ചെടുത്തായിരുന്നു വാക്വം ക്ലീനർ വെച്ചിട്ട്. പിന്നെ ആ കട്ടിലേക്ക് കയറിയിട്ട് വലിച്ചു. പിന്നെ അതിൻ്റെ കോയിൽ മൊത്തം ഇട്ടേക്കുമല്ലേ, അപ്പം നീളൂലേ. അത് നേരെ നിന്ന് ഇതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്നിട്ട് വേണ്ടേ. ഓക്കെ, സെറ്റ്. അങ്ങനെ ഇക്കാനെ കൊണ്ടുവന്നിട്ട് വേഗം ഇത് തുടപ്പിച്ചെടുത്തു കേട്ടോ. ഞാൻ പിടിച്ച പിടിയാൽ ചെയ്യിച്ചാലേ ആൾ ചെയ്യത്തുള്ളൂ. പിന്നെ കിടക്കാൻ പോകാനായി കഴിഞ്ഞാൽ പിന്നെ ചെയ്തു തരത്തില്ല. അങ്ങനെ അത് ചെയ്യിച്ചെടുത്തു. അപ്പോൾ ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലാഡർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്ക തന്നെ 6 അടിയിലേറെ പൊക്കമുണ്ട്. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം. എന്ത് അല്ല, ഇടിയപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയില്ലേ. കറിയാ അതല്ലേ, വല്ലപ്പോഴും മാത്രമല്ലേ നമ്മൾ ഒരുമിച്ച് കഴിക്കാറുള്ളൂ. ഇന്ന് ഇടിച്ചു കുത്തി മഴ പെയ്യും. ഏത് കറിയല്ലേ? കടുക് വറുത്തൊഴിച്ചിട്ടേ ഒന്ന് തിളപ്പിച്ചെടുത്തു. പുകയുള്ളതുകൊണ്ടല്ല ചൂട്, ചൂടുള്ളതുകൊണ്ടാണ് പുക. ചൂടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചൂട് മേലോട്ട് പൊങ്ങി പോകുന്നതാ പുക കേട്ടോ. സുട്ടാപ്പി വെള്ളം നിനക്ക് തന്നായിരുന്നല്ലോ, അതെന്തിയാ ഗ്ലാസ്? എപ്പോഴും അടുക്കളയെ കൊണ്ടുവച്ചു. വല്ലപ്പോഴും മാത്രമേ ഇവൾക്ക് ഉപ്പച്ചീനെ രാവിലെ ഇങ്ങനെ കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ മാക്സിമം മുതലാക്കിയിട്ടേ മാറി നിൽക്കാറുള്ളൂ. ഇന്നിപ്പോൾ അതാണ് ഇക്കാൻ്റെ പുറത്ത് കയറിയിട്ടുള്ള അഭ്യാസങ്ങളാണ് രാവിലെ തന്നെ. ഓരോരോ ക്ലീനിങ്ങിനിടക്ക് നമ്മൾ ചോറ് വെച്ചു കേട്ടോ. റൈസ് കുക്കറിൽ ചോറ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ക്യാരറ്റ് തോരനുണ്ടാക്കിയേ. ക്യാരറ്റ് തോരനും വെച്ചിട്ട് തൂത്ത് ഇവിടെ എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടക്കാണ് ഓരോന്നോരോന്ന് ചെയ്യുന്നത്. കുഞ്ഞവിടെ പോയി ഊഞ്ഞാലാടുന്നുണ്ട്. അതിനിടക്ക് അവൾക്ക് പഴം വാട്ടിയത് കൊടുക്കുന്നുണ്ട്. വയലുണ്ടോ? കഴിഞ്ഞില്ലേ? അങ്ങനെ പഴം വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആകെ മെസ്സിയായി കിടക്കുവാണ്. ഇവിടെ എത്തിയതേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു പണിയെന്ന് വെച്ചാൽ മീൻ കണ്ടോ. ഈ ഒരു മീൻ എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഇനി ഇതൊന്ന് വെട്ടിത്തൊളിച്ച് ശരിയാക്കി എടുക്കണം. വറുക്കാനാണ്. എന്നിട്ടൊന്ന് മസാല പുരട്ടണം. അങ്ങനെയൊക്കെ പണി കിടക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് വെട്ടി കഷ്ണിച്ചിട്ട് വരാം കേട്ടോ. ആയിട്ടില്ല. തല മാറ്റി ക്യാമറ മറയുന്നുണ്ടാവും. കൂടി ഇതൊഴിക്കും. നമ്മൾ മീനൊക്കെ ഒന്ന്
വെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് അരപ്പ് തേച്ച് പിടിപ്പിക്കണം. മീനെടുത്തോണ്ടിട്ട് മീനിൻ്റെ തൊലിയൊക്കെ നമ്മൾ പറിച്ചെടുത്തായിരുന്നു. എന്തോ സ്റ്റൂള് എവിടെയായിരുന്നു? ടി വി ഇട്ട റൂമിലില്ലായിരുന്നോ? ഇപ്പോൾ അവിടെ ഇല്ലേ? ഇപ്പൊ അവിടെ ഇല്ല. പിന്നെ അവിടെ സ്റ്റൂള് തൊലിയൊക്കെ ഒന്ന് പറിച്ചെടുത്തേക്കും കേട്ടോ. മീനിൻ്റെ തൊലി എടുക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാൽ വലിയ മീനൊക്കെ ആകുമ്പോഴേ പറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എൻ്റെ മീൻ പൂച്ചേട്ടോ ഈ നോക്കി നിൽക്കുന്ന. അവൾക്ക് മീനായാൽ മതി, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പം മീൻ പൂച്ച കുറച്ചുകൂടെ വേറെ കഴിക്കുന്നുണ്ട്. ഇതാ മീൻ കളി. അപ്പോൾ മീൻ കളിയൊന്നുമില്ല കേട്ടോ, അമ്മയ്ക്ക് മീൻ കളിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീനെല്ലാം മസാല പുരട്ടിയിട്ടോ. കുറച്ച് നേരം നമുക്ക് ഒന്ന് വെക്കാം. ആ നേരം കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കുളിക്കാൻ ഭയങ്കര മടിച്ചു കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് നേരത്തെ എന്നോട് പറയും, വെച്ച് ഇന്നലെ കുളിച്ചതല്ലേ നമ്മൾ, അപ്പോൾ ഇനി ഇന്ന് കുളിക്കേണ്ട, നാളെ കുളിച്ചാൽ മതി. തല കുളിക്കണ്ട, ഭയങ്കര മടിച്ചു കേട്ടോ. തലയിൽ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അവളെ കൊല്ലുന്നതിന് തുല്യം അവൾക്ക്. പഞ്ചസാര വേണം, അല്ലേ പാൽ പൊടി വേണം. ഏതാ നമ്മൾ നമ്മുടെ മീനൊക്കെ വറുത്തെടുക്കും. ഇനി ഒരാളും കൂടിയുണ്ട്, ആ ഒരാളെയും കൂടി വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിന്ന് ഉണ്ടല്ലോ വേണ, ഇനി നമുക്കിന്ന് അക്ഷയയിൽ പോകാനായിട്ടുണ്ട്. അതിന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പറയാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇനി ഇപ്പോൾ മീനൊക്കെ മസാല പുരട്ടി വെച്ചിരുന്ന പാത്രം, അങ്ങനെ ഒരു 4-5 പാത്രം കഴുകാനുണ്ട്. ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. കാണിക്കുക. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ക്ലീനാക്കി എടുത്തു. ഇത് കഴുകാനുള്ളതാണ്. ഇതേണ്ട കേട്ടോ ഗൈസ്, അവളുടെ മുടിയാണെന്നും പറഞ്ഞൊരു ഷോള് വലിച്ചുകൊണ്ട് നടക്കുക. അത്രയും വലിയ മുടി അവൾക്കായെന്ന്. അതേ തറ വഴി ഒഴുകി കിടക്കുക. എൻ്റെ മുടി ഒന്ന് കാണിക്കുക, അതായിരുന്നു ആവശ്യം. അപ്പോൾ കണ്ടല്ലോ അല്ലേ, നേഹക്കുട്ടിക്ക് ഇത്രയും വലിയ മുടിയുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി പാത്രവും കൂടി കഴുകാണ് കേട്ടോ. ഷോളായിരുന്നോ? അപ്പോൾ ആടാ പറ്റിച്ചേ? അയ്യോടി, ഇനി അങ്ങോട്ട് നടക്കാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, അക്ഷയയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പം മഴ ഇങ്ങനെ ശക്തി കൂടി വരുവാണ് കേട്ടോ. അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു മടി, ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു മടി ഉണ്ടായിരുന്നു. എന്നെ പോലെ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ മൂടി കെട്ടിയ കാലാവസ്ഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്ന് ഒന്നും ചെയ്താലും അങ്ങോട്ട് ഉഷാറാവത്തില്ല. എന്തോ ഒരു മടി പോലെയൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ പൊതുവെ ഇപ്പം മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ ഭയങ്കര മടിയായി കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് പോകുന്നില്ല എന്ന് വിചാരിക്കുക. നാളെ എങ്ങാനും മഴയില്ലെങ്കിൽ പോകണം. ഇത് കണ്ടോ, ഒരു മാങ്ങ വീണ് പൊട്ടി കേട്ടോ. എങ്ങനെ ഉണ്ടെന്നറിയത്തില്ല, കാറ്റിന് വീണാൻ തോന്നും.
കുഞ്ഞു കുഞ്ഞു മാങ്ങയുണ്ട് കേട്ടോ ഈ മാവേൽ. എന്താ പൂത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മാങ്ങയുണ്ട് മുകളിൽ. പക്ഷേങ്കിൽ നമുക്ക് കിട്ടത്തില്ല. വവ്വാലും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ. ഉച്ചയ്ക്ക് ശേഷം പുറകിലെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ ഇത് കണ്ടത്. മിക്കവാറും നമ്മുടെ ഇവിടെ വരാറുണ്ട്. ഞാൻ ഈ തെങ്ങിൻ്റെ അവിടെ നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടല്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചോറെങ്ങാനും ബാക്കിയുണ്ടെങ്കിലുമൊക്കെ കോഴിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ട് പൊക്കോളും. അപ്പം ഇങ്ങനെ മയിലും വരാറുണ്ട് കേട്ടോ മിക്കവാറും. അപ്പം ഇന്ന് മയിലിനെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. മോളാണ് എനിക്ക് കാണിച്ചു തന്നത്. ജനൽ വഴി കണ്ടതാട്ടോ അവള്. അപ്പം ഇത് നല്ല പീലിയൊക്കെ ഉള്ളൊരു മയിലായിരുന്നേ. പക്ഷെ അത് നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് തീറ്റ നിർത്തിയിട്ട് പോകും. അപ്പം നമ്മൾ അതിനെ ഉപദ്രവിക്കണ്ടല്ലോ. പിന്നെ വേസ്റ്റ് കിളികളും അതൊക്കെ ഇങ്ങനെ തിന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഇല്ല. അപ്പം അതവിടെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് കഴിച്ചോട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.